വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തെ UDF പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു സൈബർ അതിക്രമത്തെയും UDF അംഗീകരിക്കില്ല. പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് UDF പ്രവർത്തകരെ ആക്രമിക്കാനാണെന്നും VD സതീശൻ ആരോപിച്ചു. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും RSSമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് RSSകാരെ കൊല്ലാനല്ല, UDFകാരെ കൊല്ലാനാണ് ബോംബ് ഉണ്ടാക്കിയത്. മിഥില ബാലൻ വടകരയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മിഥില, ഇത് ഇടതുമുന്നണി രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വൈകാരികമായി KK ശൈലജ തന്നെ പ്രതികരിച്ചു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി വരുന്നുണ്ട്. എന്താണ് UDFന്റെ പ്രതിരോധം? ഇന്ന് KK രമയും ഉമാ തോമസും അടക്കമുള്ള വനിതാ നേതാക്കളെയൊക്കെ UDF രംഗത്തിറക്കിയത് അതിൽ UDF അവിടെ പ്രതിരോധത്തിലായി എന്നതിൻ്റെ സൂചനയാണോ? എങ്ങനെയായിരിക്കും കോൺഗ്രസ് മറുപടി പറയുക ഈ വിഷയത്തിൽ? വിജയകുമാർ, നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. എന്നാൽ ഇപ്പോൾ വടകര ശ്രദ്ധേയമാവുന്നത്, ചർച്ച ചെയ്യുന്നത് ഈ വ്യക്തിഹത്യയും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ്. രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി ഇവിടുത്തെ പ്രചരണ രംഗം കടക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. വലിയ പ്രതിരോധത്തിലാണ് UDF നിലവിലുള്ളത്. കാരണം KK ശൈലജയ്ക്ക് അനുകൂലമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ KK രമ വരുന്നു, ഉമാ തോമസ് വരുന്നു, ഇവരെല്ലാം പറഞ്ഞത് ഷാഫി പറമ്പിലിനോ UDF നേതൃത്വത്തിനോ ഇതിൽ യാതൊരു പങ്കുമില്ല. അതേസമയം തന്നെ സ്ത്രീ എന്ന നിലയിൽ KK ശൈലജ നേരിടുന്ന വ്യക്തിഹത്യ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ആരുടെ ഭാഗത്തുനിന്നാണോ, ഏത് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാണോ ഉണ്ടാവുന്നത്, അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി വേണം. മറ്റൊന്ന്, ഗുരുതരമായ ഒരു ആരോപണം KK രമ ഇന്ന് ഉന്നയിച്ചത്, ഇത് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട വിഷയങ്ങളിലെല്ലാം വഴിമാറ്റി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന, ആസൂത്രണം നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ CPM നേതാക്കളാണോ എന്ന ഒരു സംശയം തനിക്കുണ്ട് എന്ന ഒരു ആരോപണം KK രമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ UDFന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം മുന്നോട്ട് നടത്തേണ്ടി വരും. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, KK ശൈലജ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊണ്ടയിടറിക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. KK ശൈലജയുടെ ആ വാക്കുകൾ ഇപ്പോൾ നവമാധ്യമങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ KK ശൈലജയ്ക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് വരും ദിവസങ്ങളിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വടകര മണ്ഡലത്തിലുള്ളത്. മറ്റൊന്ന്, ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വടകര മണ്ഡലത്തിലെത്തുന്നുണ്ട്. സീതാറാം യെച്ചൂരി എത്തുന്നു. സീതാറാം യെച്ചൂരി വടകര കോട്ടപ്പറമ്പിൽ ഇന്ന് KK ശൈലജയ്ക്ക് വേണ്ടി പ്രസംഗിക്കും. അങ്ങനെയെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിലും പ്രധാനപ്പെട്ട ഒരു പരാമർശം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം എന്നത് KK ശൈലജയ്ക്കെതിരെ ഉയരുന്ന ഇത്തരം ആരോപണങ്ങളും വ്യക്തിഹത്യയും തന്നെയായിരിക്കും. വിജയകുമാർ, യെസ്, ഇക്കാര്യത്തിൽ വടകരയിലെ ഈ സൈബർ ആക്രമണം ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുമുന്നണിയും പ്രധാനപ്പെട്ട ഇടതു നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം നൽകിയിട്ടുണ്ട്. UDF അതിനെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെയൊക്കെ UDF ഇക്കാര്യത്തിൽ രംഗത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് വടകരയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുന്നത്. അതും ദേശീയ നേതാക്കളൊക്കെ എത്തുമ്പോഴും അവരും ഇത് ഏറ്റുപിടിച്ചേക്കും എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് വടകരയിൽ നിന്ന്.